ഞാൻ രാകേഷ്. എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ വീട്ടിലേക്ക് വരുന്ന ഇടവഴിയിൽ താമസിക്കുന്ന ഷാജിദ ഇത്തയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. ഷാജിദ ഇത്തയുടെ വീടിന് മുൻപിലുള്ള ഇടവഴിയിലൂടെയാണ് ഞാൻ എന്നും എന്റെ വീട്ടിലേക്ക് വരുന്നത്. ഇത്തയ്ക്ക് 30 വയസ്സ് പ്രായം കാണും. ഭർത്താവ് ടൗണിൽ സ്വന്തമായി ഒരു കട നടത്തുന്നു. 3 കുട്ടികൾ. മൂത്തയാൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിന് താഴെയുള്ളവർ ഇരട്ടകളാണ്. അവർ 2 പേരും 2ാം ക്ലാസ്സിലും. ഇത്തയുടെ ഭർത്താവ് രാവിലെ പോയാൽ പിന്നെ കടയെല്ലാം അടച്ചു തിരിച്ചു വരുമ്പോൾ രാത്രി 8 മണിയൊക്കെയാവും. അതുപോലെ തന്നെ മക്കളും. സ്കൂൾ കഴിഞ്ഞാൽ ട്യൂഷനുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 7 മണിയാകും. ഇത്തയ്ക്ക് തയ്യൽ അറിയാം. അതുകൊണ്ട് വീടിനോട് ചേർന്ന ഒരു മുറി തയ്യൽ കടയാക്കിയിരിക്കുകയാണ്. ഷാജിദ ഇത്തയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, നല്ല വെളുത്ത ശരീരം, 5.5 അടി പൊക്കം. അതുകൊണ്ട് ഇത്തയെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ആ ഇടവഴിയിലൂടെ പോകാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ഇത്ത വീടിനു മുൻപിൽ തന്നെ ഇരിക്കുന്നുണ്ടാകും. ഞാൻ അവരെ നോക്കി പോകുമ്പോഴെല്ലാം ആ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി പൊട്ടിവിടരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ടൗണിൽ പോയി ബസ്സിൽ തിരിച്ചു വരികയായിരുന്നു. ബസ്സിൽ നല്ല തിരക്കുണ്ട്. ഞാൻ തള്ളിത്തള്ളി ഉള്ളിലേക്ക് കയറി നിന്നപ്പോഴാണ് ഷാജിദ ഇത്ത നിൽക്കുന്നത് കണ്ടത്. കറുത്ത നിറത്തിലുള്ള പർദ്ദയായിരുന്നു വേഷം. ഞാൻ എങ്ങനെയൊക്കെയോ ഇത്തയുടെ പുറകിലെത്തി. തിരക്കിനിടയിൽ പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ടപ്പോൾ ഇത്ത തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. ബസ്സിറങ്ങി ഞങ്ങൾ ഒരുമിച്ചാണ് നടന്നത്. വീട്ടുവിശേഷങ്ങളൊക്കെ സംസാരിച്ച് ഇത്തയുടെ വീടിന് മുൻപിലെത്തിയപ്പോൾ വീട്ടിൽ കയറിയിട്ട് പോകാം എന്ന് ഇത്ത പറഞ്ഞു. ഞാൻ കൂടെ ചെന്നു. ഇത്ത കീ എടുത്ത് ഡോറ് തുറന്നു. വീട്ടിൽ ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. മക്കളെവിടെ എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. അവർ ട്യൂഷൻ കഴിഞ്ഞ് 7 മണിയെ വരൂ എന്ന് ഇത്ത പറഞ്ഞു. സമയം അപ്പോൾ 4 മണി. അന്ന് ആ വീട്ടിലേക്ക് കയറുമ്പോൾ എന്റെ മനസ്സ് നിറയെ എന്തൊക്കെയോ ചിന്തകളായിരുന്നു. നീ ആ ഹാളിലെ സോഫയിൽ ഒന്നിരിക്കെ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇത്ത മുറിക്കുള്ളിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പർദ്ദ മാറ്റി പിങ്ക് നിറത്തിലുള്ള ഒരു സിൽക്ക് നൈറ്റി ധരിച്ച് ഇത്ത തിരിച്ചു വന്നു. ആ വേഷത്തിൽ ഇത്തയെ കാണാൻ പ്രത്യേക ഒരു ചന്തമുണ്ടായിരുന്നു. എന്റെ പരിഭ്രമം കണ്ടിട്ടാകണം ഇത്ത എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ മുഖം കഴുകി ഒന്ന് ക്രമീകരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളവുമായി ഇത്ത എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗ്ലാസ് വാങ്ങുന്നതിനിടയിൽ എന്റെ വസ്ത്രത്തിലെ ഒരു അശ്രദ്ധ കണ്ട് ഒരു വാത്സല്യത്തോടെ ഇത്ത അത് ശരിയാക്കി തന്നു. ആ നിമിഷം ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലുടക്കി. ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ. വാ, നമുക്കകത്തേക്ക് പോകാം, ഇത്ത എന്റെ കൈ പിടിച്ചു പറഞ്ഞു. ഇത്ത വാതിൽ ലോക്ക് ചെയ്തു. ആ മുറിക്കുള്ളിൽ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു പുതിയ ലോകം തുറക്കപ്പെടുകയായിരുന്നു. ഞങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്തു. വാക്കുകൾക്ക് അതീതമായ ആ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. പരസ്പരം അറിഞ്ഞും തൊട്ടും തലോടിയും ആ വൈകുന്നേരം ഞങ്ങൾ ആഘോഷമാക്കി. കുറെ നേരം ആ ലോകത്ത് ചെലവഴിച്ച ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഒരു കുഞ്ഞിനെ എന്ന പോലെ ഇത്ത എന്നെ പരിചരിച്ചു. യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും ആ സ്നേഹനിർഭരമായ നോട്ടം എന്റെ കൂടെയുണ്ടായിരുന്നു. ഇനിയും വരണമെന്ന് ഇത്ത പറയാതെ പറയുന്നത് പോലെ എനിക്ക് തോന്നി. ആ വീടിന്റെ പടികൾ ഇറങ്ങുമ്പോൾ എന്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. പിന്നീട് പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ അവസരങ്ങൾ കണ്ടെത്തി. ആ ബന്ധം ഇന്നും ഒരു രഹസ്യമായ അനുഭൂതിയായി എന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു. ഷാജിദ ഇത്തയുടെ ജീവിതത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയണ്ടേ? ആദ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.